നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് കുറേ ദിവസമായി നമ്മുടെ ജനറൽ റീഡിങ് നോർമൽ റെഗുലർ ഇതിലേക്ക് വന്നിട്ടല്ലേ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പിൻ്റെ എടുക്കാം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് യു വേഴ്സസ് ദം എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട്, നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിനോട് എങ്ങനെയാണ് നോക്കാം, ആൻഡ് പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എങ്ങനെയാണ്, രണ്ടും തമ്മിൽ നമുക്കൊരു കമ്പാരിസൺ എടുക്കാം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണോ അവരും ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, യു വേഴ്സസ് ദം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സും അവരുടെ മനസ്സിലുള്ള ഫീലിങ്സും എല്ലാം ഒന്നാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് മെസ്സേജസ് വെച്ചിട്ടുണ്ട്, നമുക്ക് അതും എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ ഫീലിങ്സ് പേഴ്സണിനെ കുറിച്ച്. പേജ് ഓഫ് സോർഡ്സ്, 6 of wands. ഓക്കെ, നിങ്ങൾ എന്താ ഇപ്പം ചിന്തിക്കുന്നത് ബന്ധത്തിനെ കുറിച്ച്? എംപറർ. ഒന്നുകൂടെ എടുക്കാം. ഐ തിങ്ക് ഒരു ഓക്കെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അവരെ കുറിച്ച്? ഇപ്പോൾ 7 of Pentacles ആൻഡ് ലവേഴ്സ് കാർഡ് ഉണ്ട്, ചാരിറ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനെ ആക്ച്വലി നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട്. ഓക്കെ, അവർ ഓൺലൈൻ വന്നോ പോയോ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സംസാരം ഉണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ ഫോളോ ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളവരെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഫേക്ക് ഐ ഡി എടുത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഓക്കെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവാം. ഫേക്ക് നമ്പറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്പറിനോ ഒക്കെ നിങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഫേസ്ബുക്കിലായാലും എവിടെയായാലും വാട്സാപ്പിലായാലും ഒക്കെ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിനെ, അവരറിയാതെ അവരെന്താ ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്. അതായത് സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് മാരേജ് വരെ ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി കമ്മിറ്റ്മെൻറ്റ് കിട്ടണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പോസിബിൾ ആയവർക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് അവർ ശരിക്കും ജെനുവിൻ ആയിട്ട് കണക്ഷൻ ആണോ, അവരെന്നോട് കമ്മിറ്റഡ് ആണോ എന്നുള്ള ഡൗട്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സംശയമാണ് നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് നിങ്ങൾ ഐ തിങ്ക് അവരെക്കുറിച്ച് പലതും ഇൻഫർമേഷൻ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം, ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഈ റിലേഷൻഷിപ്പ് എന്താണ്, ബന്ധം അവർക്കും ഉണ്ടോ, നിങ്ങളോട് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ, കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾ കാണുന്നത് ഓക്കെ ഒരു എംപറർ ലെവലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവർക്കൊരു വളരെ ഹൈ പൊസിഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് രണ്ടും എടുത്തോളൂ. ഈ കാർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് ക്വീന് കാണുമ്പോൾ നിങ്ങൾ കിങ് ആയിട്ട് എടുക്കുക, എനിക്ക് എംപറർ എന്ന് പറയുമ്പോൾ എംപ്രസ് ആയിട്ട് എടുക്കുക, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റുക. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഒന്ന് നിങ്ങൾ അവരെ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, ചിലവർക്ക് മാരേജ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മാരീഡ് ആയിട്ടാണ് അവരെ ഓൾമോസ്റ്റ് കാണുന്നത് തന്നെ, നിങ്ങൾ അവരൊരു ഹസ്ബൻഡ് വൈഫ് എന്ന രീതിയിൽ അവരെ കാണുന്നുണ്ട്. വളരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിന് വളരെ ഈഗോ ആണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ ഈഗോ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ തോന്നും. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് വാൻസ് നിങ്ങൾ അവരെ കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 7 of Pentacles നമ്മൾ ഗ്രോത്ത് ഇല്ല എന്ന രീതി, അതായത് നിങ്ങൾ വളരെ സ്ലോ ആണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ വലിയ ഗ്രോത്ത് അധികം ഇല്ല എന്നും പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വലിയ മൂവ്മെൻറ്റ് ഇല്ല. ഓക്കെ, അധികം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു കാര്യങ്ങൾ വലിയ മുന്നോട്ടൊന്നും പോകുന്നില്ല, അതേപോലെ ഇരിക്കുകയാണ്. എനിക്ക് പേഴ്സണൽ മെസ്സേജും കുറേ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും, എന്താ ഇനിയും വരാത്ത എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ലവേഴ്സ് എനർജി ഉണ്ട്, ചാരിറ്റി ഉണ്ട്, നിങ്ങൾ അവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾ ടോട്ടലി ചിലപ്പോൾ എൻഡായി പോയിട്ടുണ്ടെങ്കിൽ, സിറ്റുവേഷൻ ലൈക്ക് ടോട്ടൽ ബ്രേക്കപ്പ് അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് വീണ്ടും റിയൂണിയൻ വേണം എന്ന് ആഗ്രഹിക്കുക. യെസ്, വാക്കിംഗ് അവേ കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മാരേജ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം റീഡിങ് കാണുന്നത്. നിങ്ങൾ ഡൈവേഴ്സ് അങ്ങനെ വല്ല അതിൻ്റെ വക്കിലൊക്കെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് പിണങ്ങിയിരിക്കണം, മാറിയിരിക്കുക, ഹസ്ബൻഡ് വൈഫ് രണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി മാറിയൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ചും നിങ്ങൾ ഇത് സെയിം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അവർ വിട്ടുപോകുമോ എന്നെ എന്നുള്ള പേടി ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ വീണ്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, 2 of Cups ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ വളരെ ഡീപ്പ് സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഫീലിംഗ് ഒരുപാടുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്ന രീതിയിൽ നിങ്ങൾ സ്വയം കാണുന്നുണ്ട്. ആൻഡ് ഓൾറെഡി ആയിരിക്കാം, ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, അല്ല മാരീഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പേഴ്സണിനെ. ഓക്കെ, അവർ വിട്ടു പോയിട്ടുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ വിട്ടു പോകുന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പേഴ്സണുമായിട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ,
നിങ്ങൾ തമ്മിൽ എൻഡിങ് വലുതും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആഗ്രഹം വീണ്ടും അവരുമായിട്ട് റിയൂണിയൻ വേണം എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ മീറ്റിംഗ് ആഗ്രഹിക്കുന്ന എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിനി പേഴ്സൻ്റെ ഭാഗത്ത് നോക്കാം. പേഴ്സൺ എന്താ ഫീൽ ചെയ്യുന്നത്, ഇതേപോലെയൊക്കെയാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഐ തിങ്ക് അധികം മെസ്സേജും കമ്മ്യൂണിക്കേഷനും കുറവായിരിക്കാം, എനിക്ക് സ്ലോ ആയിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ ഐ തിങ്ക് വളരെയധികം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. നിങ്ങളിവിടെ അവരെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതേപോലെയൊക്കെ തന്നെയാണോ നോക്കാം. ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്തതാണ്, എനിക്ക് കുറച്ച് ചെയ്തെന്ന് മാത്രം. മൂൺ കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, 7 of Swords, 9 of Cups ആണ്. Hangman, 3 of Swords, 8 of Cups ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഡെത്തും ഉണ്ട്. സെയിം കാർഡ്സ് റിപ്പീറ്റ് വരുന്നുണ്ട്. 5 of Swords, 2 Wands. ഓക്കെ, കുറച്ച് കാർഡ്സ് എനിക്ക് കൺഫർമേഷൻ വേണം, ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ്സിങ് എനർജി ഉണ്ട്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒന്നും ഫീലിങ്സ് ഒന്നും തുറന്നു പറയുന്നില്ല. ആ ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളാണെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാം തുറന്നു പറയണം, എല്ലാം എക്സ്പ്രസ് ചെയ്യണം, വളരെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം. അത്രത്തോളം നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം, നല്ല ശരിയാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ കാണുന്നത് അവർ നിങ്ങളുടെ അടുത്ത് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, സൈലൻ്റ് ആണ്, ചിലപ്പോൾ മറക്കുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത് എന്നറിയാതെ നിങ്ങൾ ഐ തിങ്ക് അവരെ വാച്ച് ചെയ്യുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത്, ഓൺലൈൻ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, എന്നോട് സംസാരിക്കുന്നില്ല, വേറെ എന്തൊക്കെയോ ചെയ്യുന്നു, ആരോടെങ്കിലും ചാറ്റിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. അവർ ചീറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിൽ ഡൗട്ട് ഉണ്ട്. പേഴ്സൺ ആക്ച്വലി എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അവർക്ക് ആഗ്രഹങ്ങളുണ്ട് എന്തൊക്കെയോ. ഓക്കെ, അവർക്ക് 9 of Cups ആണ് ഇവിടെ. സോ അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ സ്റ്റക്കാണ്, അവരുടെ ജീവിതത്തിൽ സ്റ്റക്കാണ്. അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവാം, അത് നമ്മൾ അത്രയ്ക്ക് കിട്ടിയിട്ടില്ല, ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അവർ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവരൊരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ 2 of Pentacles ഉണ്ട്. ജഗ്ലിംഗ് ആണ്, ജഗ്ലിംഗ് കാർഡാണ്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും അവർക്ക് നടക്കുന്നുണ്ട്. അതിപ്പോൾ വീട്ടിലെ കാര്യങ്ങളായിരിക്കാം, ഫാമിലിയുടെ ആയിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, എന്തും ആവാം കേട്ടോ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ഐ തിങ്ക് അവർ ഓൾമോസ്റ്റ് അവർ പല ലൈക്ക് വല്ലാതെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. ഇത് നിങ്ങളുമായിട്ടുള്ള അല്ല, എനിക്ക് തോന്നുന്നത് അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിലവർ പെട്ട് നിൽക്കുകയാണ്. അവർക്കൊന്നും ആക്ഷൻ ഇപ്പോൾ എടുക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ആൻഡ് ഇവിടെ 3 of Swords ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വന്നത് അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നും പറയാം. അത് മാത്രമല്ല ഐ തിങ്ക് നിങ്ങളുടെ അടുത്ത് മാറിപ്പോയി അവർ. ഐ തിങ്ക് ടോട്ടലി എൻഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാറി നിൽക്കുന്നുണ്ട് എന്നെടുത്തോളൂ. ഓക്കെ, ഇവിടെ ഡെത്തും വീണ്ടും വന്നു. സെയിം നിങ്ങളുടെ അടുത്തപ്പോഴും അത് തന്നെ വന്ന് ഡെത്ത് ആൻഡ് 8 of Cups ആണ് നേരത്തെ കണ്ടത്. അപ്പോൾ യെസ്, അവരൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അവർ മാറി നിൽക്കലായിരിക്കാം. അത് അവരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. പക്ഷെ നിങ്ങളോടുള്ള ഫീലിങ്സ് അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പോൾ വന്നിട്ടില്ല. നോക്കട്ടെ, ഇത് അവരുടെ ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. വാട്ട് ആർ ദേ ഫീലിംഗ്, പേഴ്സൺ എന്താ ഫീൽ ചെയ്യുന്നു? വാവ്, ലവേഴ്സ് കാർഡാണ്, കാണിക്കാൻ പറ്റില്ല കേട്ടോ, സോറി. കാർഡുകൾ ചിലത് ഇവിടെ കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ മറക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് നേരത്തെ നിങ്ങളുടെ ഭാഗത്ത് ഓൾറെഡി നമുക്ക് ലവേഴ്സ് ഇവിടെ വന്നിരുന്നു. ഞാനത് ഇവിടെ തന്നെ വെക്കാം. കണ്ടോ, എല്ലാ കാർഡ്സും കണ്ടു, എത്ര മാച്ചാണ് കണ്ടു. നിങ്ങൾക്ക് വന്നതും അവർക്ക് വന്നതും സെയിം കാർഡ്സ് നോക്കൂ. 8 of Cups എല്ലാം ഇത്രയും കാർഡ്സ് സെയിം, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സെയിം അവർക്കും സെയിം വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലവേഴ്സ് കാർഡ് ഇവിടെയും വന്നു. സൺ ഉണ്ട്. അവരുടെ ഫീലിങ്സിൽ എന്താണ് നിങ്ങളോട്? ഇത് ഞാൻ എടുക്കാതിരുന്നു, പക്ഷേ സെയിം എനർജിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ളത് തന്നെയാണ് പേഴ്സൺ. ഒന്നുകൂടി എടുത്തേക്കാം. ടവർ, ഓക്കെ, സാറില്ല. 5 Wands, Pentacles. ഓക്കെ, ലീവ് ഇറ്റ്. നിങ്ങൾക്ക് കൺഫ്യൂഷനേ വേണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഫീൽ ചെയ്യുന്നത് ഇവിടെ.
ഓക്കെ. ഇവിടെ സണ്ണാണ്. നിങ്ങളെ ആലോചിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പോസിറ്റീവായിട്ടൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്, സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെയാണ്, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അങ്ങനെയാണ്. ലവേഴ്സ് എനർജി ഉണ്ട് അഗൈൻ. സോ നിങ്ങളുമായിട്ട് റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെയാണ് അവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളും റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണും റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നാണ് അവരുടെ മനസ്സിലും. ഓക്കെ, നിങ്ങളെ വിട്ടുപോയത് അത് സാഹചര്യം കൊണ്ട് വിട്ടുപോയതാണ്. ഓക്കെ, ബട്ട് അവർക്ക് വീണ്ടും നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്ന രീതി. ഓക്കെ, ആൻഡ് ഇവിടെ വേറെ ഏതോ കാർഡ് മാച്ച് വന്നിരുന്നു. 2 of Cups. 2 of Cups, ലവേഴ്സ് എനർജി, രണ്ടും മാച്ച് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹം, അവരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ആഗ്രഹം, ആ ആഗ്രഹം അവർക്ക് നിങ്ങളുമായിട്ട് ഒന്നിക്കാനുള്ള ആഗ്രഹം തന്നെയാണ്. ഓക്കെ, പക്ഷേ ടവർ കാർഡ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, നിങ്ങളുമായിട്ടുള്ളതല്ല. പക്ഷേ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഐ തിങ്ക് ആ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ പെട്ടിട്ട് നിങ്ങളുമായിട്ട് ചില ക്ലാഷസ് കൂടി വന്ന് കാണാം. എനിക്ക് നിങ്ങളുമായിട്ടും ചില എന്തെങ്കിലും സംസാരത്തിലോ, കാരണം അവരെ ഇറിറ്റേഷൻ കൊണ്ട് ചെയ്തതാണ്. എനിക്ക് അതായത് അവർ ശരിക്കും ദേഷ്യത്തിൽ നിങ്ങളോട് അല്ല, എന്നാലും ആ സമയത്ത് ശരിക്കും നമ്മൾ പറയില്ലേ, അപ്പോൾ അവരുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആഗ്രഹിക്കും. ഓക്കെ, ആ സമയത്ത് പക്ഷെ നിങ്ങൾ ഡൗട്ട് അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ പേഴ്സൺ വേറെ എന്തെങ്കിലും ചെയ്യാണോ, എൻ്റെ പിന്നിൽ എന്തെങ്കിലും ചെയ്യാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവരവിടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവ് കാണുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആവുകയാണ്. ഓക്കെ, ആ ഒരു തരത്തിലാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നത്. പേഴ്സൺ അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വിഷമമുണ്ട്. അവർ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റീയൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡും 2 of Cupsഉം രണ്ടും വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരേ എനർജിയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരേ എനർജിയിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും ലൈക്ക് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേർക്കും ലൈക്ക് ഈക്വൽ ഫീലിങ്സ് ആണ്. പക്ഷേ അവരുടെ സിറ്റുവേഷൻസ് ഉണ്ട്, ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സാഹചര്യങ്ങൾ ചിലതുണ്ട്, അത് അവരെ നിങ്ങളുടെ അടുത്തേക്ക് വരാനതിൽ ഇപ്പോൾ തടയുന്നുണ്ട്. ഓക്കെ, അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, 8 of Pentacles ഉണ്ട്, 3 of Pentacles ഉണ്ട്. സോ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങൾ തമ്മിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങോടെ മുന്നോട്ട് പോകണം എന്ന രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആക്ഷൻ പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കാണുമോ നോക്കാം. ഓക്കെ, ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ്. ഓക്കെ, ഞാൻ എൻ്റെ റീഡിങ്സിന് നാളെ മറ്റന്നാടാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അവർ ഹോൾഡ് ബാക്ക് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് തൽക്കാലം. ഓക്കെ, അവർ കുറച്ചൊന്ന് അവരുടെ ഏസ് ഓഫ് വാൻസ്. ഓക്കെ, പുതിയ തുടക്കം ഉണ്ടാവും നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു പുതിയ തുടക്കം, പുതിയ കോൺടാക്ട് നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, പുതിയ സ്റ്റാർട്ടായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബട്ട് അതിനു വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. ഒരല്പം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന ചില പ്രശ്നങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് വരാനുണ്ട്. അവരതുകൊണ്ട് ഹോൾഡ് ബാക്ക് ചെയ്യണം. അവർക്ക് ചില ഫൈനാൻഷ്യൽ ലോസസ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ കാര്യങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം. ചിലവർക്ക് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഹോൾഡ് ബാക്ക് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് എനിക്ക് കാണുന്നുണ്ട്. അതും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് അവർ വരും. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം വീണ്ടും കാണുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾ. യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ സിറ്റുവേഷൻസ് പലർക്കും പലതാവാം. ഓക്കെ, ചിലവർക്ക് ഫാമിലി പ്രശ്നങ്ങളാവാം, ചിലവർക്ക് ജോലിയുടെ എന്തെങ്കിലും കാര്യങ്ങളാവാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം. പക്ഷെ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നോ അത് തന്നെയാണ് അവർക്കും. ഓക്കെ, ബട്ട് നിങ്ങൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നൊരു പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നത്. ഓക്കെ, നമുക്ക് ഇവരുടെ പേഴ്സൻ്റെ മെസ്സേജസ് കൂടി നോക്കാം ഇനി. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം. പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദ ടു ഓഫ് യു ഹാവ് ഈസ് എ ഗിഫ്റ്റ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ളത് ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞില്ല, ലവേഴ്സ് കാർഡും 2 of Cupsഉം രണ്ടും വന്നു. സോ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന രീതിയിൽ കൂടെ നമുക്ക് എടുക്കാം. അതും രണ്ടുപേരെ ഭാഗത്തുമുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഫീലിംഗ് രണ്ടാൾക്കും എവിടെയോ ഉണ്ട്. മറ്റേ ഒരു പേഴ്സൺ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, ഓക്കെ, അവരത് അറിഞ്ഞാലും ഇല്ലെങ്കിലും അവരുടെ ഉള്ളിൽ എവിടെയോ ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ട്, നിങ്ങൾ എന്തോ സ്പെഷ്യൽ ആണ് എന്നുള്ളത്. The feminine is adaptable and soft. You don't have to worry about the future. You can adapt to any kind of situation and handle it.
വിത്ത് ഈസ്. ഓക്കെ, ഇത് ഫെമിനൈൻസിനുള്ള മെസ്സേജ്. ഫെമിനൈൻ മാത്രമല്ല, ആക്ച്വലി ഇവിടെ ഈ വ്യൂവേഴ്സിന്, ഇവിടെയുള്ള വ്യൂവേഴ്സിന് ഉള്ള അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കാം. അതായത് ഇമോഷണൽ ആൾക്കാർ എന്ന രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ആ രീതിക്കും നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ നിങ്ങൾ ഇമോഷണൽ ആണെങ്കിൽ പോലും ശരിക്കും നിങ്ങളുള്ള ആ സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് എന്തും ഡീൽ ചെയ്യാനും എന്തും എന്താ പറയുക നേരിടാനും നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് ശരിക്കും. ഓക്കെ, നിങ്ങൾ വെറുതെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. എവറിത്തിങ് ഈസ് മെന്റ് ടു ബി ദ വേ ഇറ്റ് ഇസ്, ഇറ്റ് വിൽ ബി ഫൈൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് എല്ലാം നടക്കുന്നത് ഒരു ഡിവൈൻ്റെ പ്ലാൻ പ്രകാരമാണ്. എല്ലാം ശരിയാവും, ഒക്കെ ആവും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് it's so sad to love a soul and maybe never know how they truly feel about you. It's not tragic to love and not being loved back. It's tragic when true love is being silenced. Okay, ഇവിടെ ഐ തിങ്ക് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അവരുടെ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ബട്ട് അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എനിവേ വെയിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഒരു നമുക്ക് അഡ്വൈസ് കിട്ടുന്നത്. നിങ്ങൾ തമ്മിലുള്ള സ്പെഷ്യലാണ് എന്ന് പറയുന്നുണ്ട്. what you are feeling is true and sincere. It doesn't matter what he is feeling. he ആവണമെന്നില്ല, ഷീ ആവാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള സിൻസിയർ ആയിട്ടുള്ള ഫീലിങ്സ് ആയാൽ മതി. ഓക്കെ, മറ്റേ പേഴ്സൺ എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര തിരിച്ചു തരുന്നു, എന്ത് തരുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് വളരെ ട്രൂ ആണ്. അത് നിങ്ങൾ എപ്പോഴും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കാം. All he wants to do right now is hugging you. It feels lighter and easier than before. നമ്മുടെ സൺ കാർഡ് വന്നിരുന്നു അല്ലേ? But he is more excited than you are. He would do anything for you and you let him. He admires you but you don't know yet if you can ever forgive him the abuse of trust. Okay, maybe അവർ നിങ്ങളെ ട്രസ്റ്റ് എന്തെങ്കിലും അവർ വാക്ക് തന്നത് പാലിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് ശരിക്കും വേണ്ടത് നിങ്ങളെ വന്ന് ഹഗ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയും ലൈക്ക് അവർക്ക് ശരിക്കും അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, വെറുതെ ഡൗട്ട് ചെയ്യേണ്ട സിറ്റുവേഷനെ. ഓക്കെ, ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, അവർ ശരിയായിട്ട് വന്നോളും. ലാസ്റ്റ് 1-2 കാർഡ്സ് കൂടെ എടുക്കാം. The more you pay attention to your empathy and intuition, the more you are able to accept and enjoy spiritual moments. If it isn't a burden to be spiritually blessed. Okay, നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണെന്ന് കാണുന്നുണ്ട് എനിക്ക്. Do you see the birds? The sun is shining so beautifully. The storm is over. Now spring is coming. Freedom. You can be proud of yourself. You have been so strong. Now it's time to relax and allow yourself to go with the flow. Okay. ഒന്ന് നിങ്ങളോട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയാണ്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ബന്ധം തന്നെ ഓക്കെ നിങ്ങളെ കുറെ കൂടി സ്പിരിച്വൽ ആക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിവിടെ പറയുന്നത് ബേർഡ്സിനെ കാണൂ, സണ്ണിനെ കാണൂ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മുടെ ടവർ കാർഡ് ഉണ്ടായിരുന്നു അല്ലേ? ടവർ കാർഡ് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതാണ്. ബട്ട് അത് കഴിയാൻ പോകുന്നു എന്നുള്ള സയൻസ് കാണുന്നുണ്ടാവും. നിങ്ങൾ ബേർഡ്സിനെയൊക്കെ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടാവും. സയൻസ് കിട്ടുന്നുണ്ടാവും യൂണിവേഴ്സിൽ നിന്ന്. സ്റ്റോം കഴിയാറായി, അതായത് പ്രശ്നങ്ങൾ തീരാറായി. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നിങ്ങൾ റിലാക്സ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയും ദിവസം സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പിടിച്ചു വെക്കൂ എന്നാണ് പറയുന്നത്. എല്ലാം ശരിയാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.